തൃശൂർ പട്ടണത്തിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ തെക്ക് തൃപ്രയാർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഇരിഞ്ഞാലക്കുടയിൽ നിന്നും ഏകദേശം 15 കിലോമീറ്റർ ദൂരം. കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ ഇടം പിടിച്ച സ്ഥലം. ചെണ്ടമേളം, പഞ്ചവാദ്യം തുടങ്ങിയ ക്ലാസിക്കൽ താളവാദ്യങ്ങളുടെ പ്രധാന വേദി. അതെ, നമ്മൾ എത്തിയിരിക്കുന്നത് ചേർപ്പിലാണ്. വാദ്യകലാരൂപങ്ങളിൽ അറിയപ്പെടാത്ത നിരവധി പ്രഗത്ഭരായ വ്യക്തികൾക്ക് ഇവിടം ജന്മം നൽകിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരകാലത്ത് ഗാന്ധിജി ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ ഗ്രാമ നവോത്ഥാനത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരുന്നു ചേർപ്പ്. കൊച്ചി രാജഭരണകാലത്ത് വാർധ എന്നറിയപ്പെട്ടു. ചേർപ്പ് മുതൽ തൃപ്രയാർ വരെ വ്യാപിച്ചു കിടക്കുന്ന നെൽവയലുകളായിരുന്നത്രേ. ഇന്ന് വിലയേറിയ റെസിഡൻഷ്യൽ ഏരിയയാണ് ഇവിടം. ചേർപ്പിന്റെ പടിഞ്ഞാറും കിഴക്കും വശങ്ങളിൽ പാറകളായിരുന്നു. അങ്ങനെ പാറയും വെള്ളവും ചേർന്ന പ്രദേശം. മലയാളത്തിൽ ചേരുന്നിടം എന്ന അർത്ഥത്തിലാണ് ചേർപ്പ് എന്ന പേര് വന്നതത്രേ. കേരള പഴനി എന്നറിയപ്പെടുന്ന തായംകുളങ്ങര ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം ഇവിടെയാണ്. ആളുകൾ കാവടിയാട്ടത്തോടെ പൂയം ആഘോഷിക്കുന്നു. മരം കൊണ്ടുള്ള ആന നിർമ്മാണത്തിലും ചേർപ്പ് മുൻപന്തിയിൽ നിൽക്കുന്നു. ഒറ്റത്തടിയിൽ വൃത്തിയായി തീർത്ത പെയിന്റ് ചെയ്ത സുന്ദരനാന പ്രതിമകൾ നിർമ്മിക്കുന്ന സുപ്രധാന കേന്ദ്രമാണ് ചേർപ്പ്. ഇവിടത്തെ കുറിച്ച് പറയുമ്പോൾ ഊരകവും പെരുമനവും ആറാട്ടുപുഴയും ഒന്നും വിട്ടുപോയതല്ലാട്ടോ. മറ്റൊരു ഷോർട്ട് വീഡിയോയുമായി പിന്നീട് വരാം. അപ്പൊ ശരി, കമന്റ് ബോക്സിൽ നിങ്ങൾക്കറിയാവുന്ന ചേർപ്പ് കഥകൾ ചൊല്ലുങ്കോ.